മഹാരാഷ്ട്രയിലുടനീളമുള്ള 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ വോട്ടെടുപ്പ് രാവിലെ ആരംഭിച്ചു. മുംബൈയിൽ ശ്രദ്ധാകേന്ദ്രമായി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കരസേനാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ചു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഉറച്ച ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമായി അവർ നിലകൊള്ളുന്നുവെന്ന് പറഞ്ഞു. അവരുടെ ധൈര്യത്തെയും ദൃഢനിശ്ചയ പ്രതിബദ്ധതയും രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ടെഹ്റാന്റെ രക്തരൂക്ഷിതമായ അടിച്ചമർത്തൽ നടപടികളെ തുടർന്ന് അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായിരുന്നതിനാൽ രാവിലെ വിശദീകരണമില്ലാതെ അതിന്റെ വ്യോമാതിർത്തി വാണിജ്യ വിമാനങ്ങൾക്ക് അടച്ചുപൂട്ടുന്ന ഉത്തരവ് ഐറൻ വീണ്ടും നീട്ടി. പ്രാദേശിക സമയം രാവിലെ 7:30 വരെ അടച്ചുപൂട്ടൽ നീണ്ടുനിൽക്കുമെന്ന് പൈലറ്റിനുള്ള ഒരു നോട്ടീസിൽ പറയുന്നു. രാഷ്ട്രീയ ജനതാദൾ തലവൻ ലാലു പ്രസാദിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് തന്റെ ഇളയ സഹോദരൻ തേജസ്വി യാദവിനോട് RJDയെ തന്റെ ജനശക്തി ജനതാദളിൽ ലയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പട്നയിൽ തന്റെ ഔദ്യോഗിക വസതിയിൽ പാർട്ടി പരിധികൾക്കതീതമായി നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച ദഹി ചുര വിരുന്നിലാണ് തേജ് പ്രതാപ് ഇക്കാര്യം പറഞ്ഞത്.